Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഇന്ന് രണ്ടാമത്തെ വെള്ളിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുവാൻ ഗാഗുൽത്താ മക്കളെ ഗാഗുൽത്താൽ വന്നുകൊണ്ടോ ലോകത്തിന് ഏത് ഭാഗത്തിരുന്നുകൊണ്ടോ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥനയും ശക്തിയും ദൈവത്തിൻ്റെ ഇടപെടലും സ്വീകരിക്കാൻ തക്ക തരത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കുന്ന ദിവസമാണ്. ഓർക്കുക, വിശുദ്ധ ഔസേപ്പിനുള്ള മാധ്യസ്ഥം എന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നേടാനോ ആവശ്യപ്പെടുന്ന ഒരു ദിവസമാണ്. സംരക്ഷണവും മാർഗനിർദ്ദേശവും അല്ലെങ്കിൽ ആത്മീയ അനുഗ്രഹങ്ങൾ എങ്ങനെ ഏത് സാഹചര്യത്തിലും നമുക്ക് ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് നേടാൻ സാധിക്കുമെന്ന് തിരിച്ചറിയുന്ന ദിവസം. ഒപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഗാഗുൽത്തായ്ക്ക് വരണം കേട്ടോ. ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് വ്യത്യസ്ത ശുശ്രൂഷകളെ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാം. ഓർക്കണം, ഔസേപ്പിതാവ് യേശുവിനെ സ്നേഹിച്ചു, ഔസേപ്പിതാവ് യേശുവിനെ പരിപാലിച്ചു, ഔസേപ്പിതാവ് യേശുവിനെ സംരക്ഷിച്ചു, ഔസേപ്പിതാവ് യേശുവോട് സംസാരിച്ചു. യേശുവിൻ്റെ പെരുമാറ്റ രീതിയിൽ ഔസേപ്പിതാവ് അറിഞ്ഞു. ഔസേപ്പിതാവ് അവന് തൊഴിൽ പഠിപ്പിച്ചു. ഔസേപ്പിതാവിന് യേശുവുമായുള്ള പ്രത്യേക ബന്ധം സ്വർഗത്തിലും തുടരുന്നു. അതുകൊണ്ട് നമുക്കും വിശുദ്ധ ഔസേപ്പിതാവിനെ വിളിച്ചപേക്ഷിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യാം. അവൻ്റെ മധ്യസ്ഥ ശക്തി അനുഭവിക്കുവാൻ ഇന്ന് ഗാഗുൽത്താൽ വരുന്ന എല്ലാ മക്കളും സാധിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം, വിദേശത്ത് ഒത്തിരി പേര് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരിക്കലും ഗാഗുൽത്താൽ വന്ന് ഇന്ന് ശുശ്രൂഷ പങ്കെടുക്കാൻ സാധിക്കില്ല. പക്ഷെ മറക്കരുത് പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏത് ഭാഗത്താണ് നിങ്ങളായിരിക്കുന്നത് അവിടെ ആയിരുന്നു കൊണ്ട് ഇന്ത്യൻ ടൈം രാവിലെ 9 മുതൽ 3 മണി വരെ ശുശ്രൂഷ. ഇപ്പം നിങ്ങൾ ഓൺലൈനിലൂടെ ഇത് പങ്കെടുക്കണം. പ്രത്യേകിച്ച് ഓൺലൈൻ ലിങ്കൊക്കെ അച്ചിട്ട് തരാം. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസം നമ്മുടെ കുടുംബത്തിനും നമുക്കും അനുഗ്രഹത്തെ ദിവസമായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവേ, അങ്ങയുടെ ശക്തമായ മധ്യസ്ഥയാൽ എന്നെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അങ്ങയുടെ ദൈവത്തിൽ നിന്നും എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങയുടെ സ്വർഗീയ ശക്തിയാൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹനിധിയായ പിതാവേ, നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പ്രിയ ഔസേപ്പിതാവേ, എൻ്റെ എല്ലാ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഞാൻ അങ്ങിൽ സമർപ്പിക്കുന്നു. എനിക്ക് കൂടുതൽ ഹൃദയവിശുദ്ധിയും ആന്തരിക ജീവിതത്തിൻ്റെ തീക്ഷണമായ സ്നേഹവും നേടിത്തരണമേ. അങ്ങയുടെ വിശുദ്ധ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവരെ, ഇന്ന് ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.